നമ്മൾ ദിവസം രാവിലെ ഇരിക്കുന്നത് രാത്രിയാവുന്നുണ്ട് നമ്മളെല്ലാവരും ശരിക്കും നമുക്ക് എന്താ വേണം ലക്ഷ്യമില്ല. അപ്പൊ നമുക്ക് എന്ത് വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ. ലക്ഷ്യം വേണം. പക്ഷെ നമ്മളിപ്പോ ജീവിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ എന്താണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ആവശ്യം എന്ന് നമുക്ക് സമാധാനം സന്തോഷം വേണം. അതാണ് എന്റെ മിക്ക ആൾക്കാരും പറയുന്നത്. നമുക്ക് ജീവിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പൈസ വേണം, അത്യാവശ്യമുള്ള കാര്യമാണ്, ബന്ധങ്ങൾ വേണം, എല്ലാം വേണം. പക്ഷെ നമുക്ക് അതിന് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യം എന്താണ്? സമാധാനം വേണം. നമ്മൾ ജീവിക്കുമ്പോൾ സമാധാനം ഉണ്ടെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പൊ ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉറക്കുന്ന അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുന്ന ഒരു സാധനമാണ് സ്ട്രെസ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ പഠനത്തിന്റെ കാര്യത്തില് അപ്പൊ നമ്മൾ വീട്ടുകാരെന്താ വിചാരിക്കുക, വലിയ ആൾക്കാർ വിചാരിക്കും കുട്ടികൾക്ക് എന്താ ഇത്ര സ്ട്രെസ് അടിക്കാനുള്ള കാര്യം. നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്ന കാര്യമാണ്. പക്ഷെ കുട്ടികളുടെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവേണ്ടതാണ് കുട്ടികൾക്ക് അവരുടെ സ്ട്രെസ് അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാ മാറ്റം ഉണ്ടാവുക? ഇപ്പൊ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു ദേഷ്യമാണ് ഞങ്ങളുടെ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ശ്രദ്ധിച്ചില്ല? എന്തൊക്കെയാണ്? വേഗം പിന്നെന്തുണ്ടാവും, എന്താ ക്ഷീണമുണ്ടാവും. നമ്മൾ പെട്ടെന്ന് നമ്മൾ ഒരാളുടെ അടുത്ത് നമുക്ക് ദേഷ്യം വന്നു പെട്ടെന്ന് നമ്മൾ നിലവിളിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് എന്ത് മാറ്റം ഉണ്ടാവും? ശബ്ദം കൂടും. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം നമുക്ക് വരുന്ന മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ലാതെ. പക്ഷെ നമ്മളെ ശരിക്കും നമ്മൾ നോക്കി നമുക്കറിയാം നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മള് ഉണ്ടാവും, മുഖത്തിന്റെ ഭാവം മാറിണ്ടാവും, എല്ലാ ഞരമ്പുകളും വലിയ മുറിവുകളുണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ശരീരത്തിന് നല്ലതാണോ ചീത്ത? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പൊ നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടുമ്പോ, ഇപ്പൊ അമ്മ മോള് പപ്പയോട് ദേഷ്യപ്പെടുമ്പോ അല്ലെങ്കിൽ അമ്മ മോളോട് ദേഷ്യപ്പെടുമ്പോ ശരിക്കും എന്താ സംഭവിക്കുന്നത്? മോൾക്കാണോ അമ്മ മോളോട് ദേഷ്യപ്പെടുമ്പോ ശരിക്കും പ്രശ്നം മോൾക്കാണോ അമ്മക്കാണോ വരിക? കാരണം നമ്മൾ ദേഷ്യപ്പെടുമ്പോ ആർക്കാണ് ശരിക്കും കൂടുതൽ നമ്മുടെ അവർക്കാണ് വരുന്നത് അല്ലേ? അപ്പൊ എന്താണ് അങ്ങനെ ദേഷ്യം വരുമ്പോ ഈ ദേഷ്യപ്പെടുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നമുക്ക് യാതൊരു ഗുണമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ എന്തായാലും സമാധാനം ആഗ്രഹിക്കുന്നത്. അപ്പൊ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അപ്പൊ അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഹൃദയമെടുപ്പ് കൂടും, BP കൂടും. അപ്പൊ അതൊന്ന് നമ്മുടെ സ്ഥിരമായിട്ട് വരുമ്പോ നമുക്ക് നല്ലതല്ല, നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ യോഗ ക്ലാസ്സിൽ വന്നതിന്റെ തന്നെ ഒരു കാരണം എന്തായിരുന്നു? എന്തെങ്കിലും ഒരു സമാധാനം കിട്ടണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നമ്മളുടെ സ്ട്രെസ് കുറയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ അതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തായിരുന്നു? ലോ എക്സ്പെയിൽ ടെക്നിക്ക് പറഞ്ഞ ഒരു സാധനം പറഞ്ഞു. എന്താണ് ഒന്ന് കാണിച്ചു? അപ്പൊ ആദ്യം നമ്മുടെ ശ്വാസം വലിക്കുക, എന്നിട്ട് ശ്വാസം നന്നായി വലിക്കുക. കണ്ണടിച്ച് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. കണ്ണടിച്ചുകൊണ്ട് ശ്വാസം നന്നായി വരുന്നത് പറ്റുന്നതിന്റെ മാക്സിമം ശ്വാസം വലിക്കുക. എന്നിട്ട് വിടരുത്, പിടിച്ചു നിർത്തണം. നിങ്ങൾക്ക് 1-2 സെക്കൻഡ് പിടിച്ചു നിർത്താൻ പറ്റുകയാണെങ്കിൽ പിടിച്ചു നിർത്തിയിട്ട് വീണ്ടും വലിക്കുക. വിടുകയല്ല, വീണ്ടും വലിക്കുക. എന്നിട്ട് പതുക്കെ പറ്റുന്നത്ര പിടിച്ചു നിർത്തിയിട്ട് പതുക്കെ വായിലൂടെ വളരെ പതുക്കെ വായിലൂടെ വളരെ പതുക്കെ വിടുക. ആദ്യം ശ്വാസം വലിക്കുക, പറ്റുന്നത്ര പിടിച്ചു നിർത്തുക, വീണ്ടും വലിക്കുക, പറ്റുന്നത്ര പിടിച്ചു നിർത്തുക. എന്നിട്ട് വളരെ പതുക്കെ ഓരോ ശ്വാസം വിടുമ്പോഴും ഓരോ സെല്ലുകൾ നമ്മൾ ഓരോ സെല്ലും റിലാക്സ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യണം.
എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നു അങ്ങനെ ചെയ്തപ്പോ? ഒരു മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവില്ലേ? ഒരു നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു അയവ് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ അയവ് തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് നമ്മള് പെട്ടെന്ന് നമുക്കൊരു സ്ട്രെസ് വരുമ്പോൾ നമുക്ക് എല്ലാപ്പോഴും ദേഷ്യപ്പെടാൻ പറ്റില്ല, ചിലപ്പോ കരയാൻ പറ്റില്ല, ചിലപ്പോ പറയാൻ പറ്റില്ല. അപ്പൊ ഇത് ആരും അറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാതെ. ഇപ്പൊ എക്സാമിന് പോകുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നമുക്ക് നമ്മളുടെ ടെൻഷൻ കുറയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആർക്കും പ്രശ്നം ഉണ്ടാവാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. അപ്പൊ നിങ്ങളിത് ഇങ്ങനെ നമുക്കൊരു ഫീൽ ചെയ്യുമ്പോൾ, വിഷമം ഫീൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കും. അതുപോലെ തന്നെയുള്ള നമ്മുടെ ഒരു ഇതാണ് നമ്മുടെ പ്രാണായാമം. അത് നമ്മളിവിടെ എപ്പോഴും ചെയ്യുന്നതാണല്ലോ പ്രാണായാമം, ഭ്രമരി അതുപോലെ ചെയ്യാൻ പറ്റും. അതുപോലെ ചെയ്യാൻ പറ്റുന്ന വേറൊരു ഇതാണ്, നമ്മൾ ഈ 2 വിരലുകളും ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഈ ഒരു വിരല് ഈ തള്ള വിരല് ഇവിടെ പിടിക്കാം, ഈ ചെവിൻ്റെ ഇവിടെ പിടിക്കാം, ഈ ചൂണ്ട് വിരല് ഇവിടെ പിടിക്കാം. എന്നിട്ട് ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുക. ക്ലോക്ക് വൈസ് കറക്റ്റാം, ആൻറ്റി ക്ലോക്ക് വൈസ് കറക്റ്റാം. എന്നിട്ട് ക്ലോക്ക് വൈസ് കറക്റ്റാം. അത് ഒരു 5 or 10 തവണ ക്ലോക്ക് വൈസ് കറക്കാം, അതേപോലെ 5 or 10 തവണ ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്